കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടകളിലൊന്നായ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ ഇക്കുറി തീപാറുന്ന പോരാട്ടമാകും. എക്കാലത്തും കോൺഗ്രസിന് അനുകൂലമായ മണ്ഡലമാണ് എറണാകുളം എങ്കിലും 2 തവണ സ്വതന്ത്രരെ ഇറക്കി ഇടതുപക്ഷം മണ്ഡലം പിടിച്ചിരുന്നു. 1987 പ്രൊഫസർ MK സാനു മാസ്റ്ററും 1998 ഡോക്ടർ സെബാസ്റ്റ്യൻ പോളുമാണ് ഇടത് സ്വതന്ത്രരായി എറണാകുളം പിടിച്ചത്. 1/4 നൂറ്റാണ്ടിലേറെയായി കോൺഗ്രസ് ആധിപത്യം തുടരുന്ന മണ്ഡലം കൂടിയാണ് എറണാകുളം. 6 തവണ AL ജേക്കബും KV തോമസ്, ജോർജ് ഈഡൻ, ഹൈബി ഈഡൻ, TJ വിനോദ് എന്നിവർ 2 തവണ വീതവും ഡൊമിനിക് പ്രസന്റേഷൻ 1 തവണയും മണ്ഡലത്തിൽ വിജയിച്ചു. 2019 ഹൈബി ഈഡൻ പാർലമെന്റിലേക്ക് പോയപ്പോൾ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ അന്നത്തെ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായിരുന്ന TJ വിനോദ് ജയിച്ചു കയറിയത് 3750 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. 2021 തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം 10,000-ന് മുകളിലെത്തിക്കാൻ TJ വിനോദിന് സാധിച്ചു. ഭൂരിപക്ഷം 10,970 വോട്ട്. 3-ാം അംഗത്തിനും UDF കളത്തിലിറക്കുന്നത് TJ വിനോദിനെ തന്നെയാണ്. എന്നാൽ ലത്തീൻ സമുദായത്തിന് മേൽക്കൈയുള്ള മണ്ഡലത്തിൽ സ്വതന്ത്രരെ ഇറക്കിയാണ് CPM ഇതുവരെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇത്തവണ എറണാകുളം സീറ്റ് സോഷ്യലിസ്റ്റ് ജനതാദളിന് വിട്ടു നൽകുകയാണ്. സോഷ്യലിസ്റ്റ് നേതാവ് സാബു ജോർജിനെയാണ് ഇത്തവണ കളത്തിലിറക്കിയത്. ലത്തീൻ സമുദായ അംഗമായ സാബുവിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാമെന്നാണ് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നത്. ഇക്കുറി പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മിന്നുന്ന ജയമടക്കം UDFന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നു. കൊച്ചി കോർപ്പറേഷനിൽ 21 ഡിവിഷനുകളിൽ 16ഉം ചേരനല്ലൂർ പഞ്ചായത്ത് ഭരണവും ഇക്കുറി കോൺഗ്രസിന്റെ കൈകളിലാണ്. TJ വിനോദും സാബു ജോർജും ആദ്യമായല്ല എതിരിടുന്നത്. 2010 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കാരണക്കോടം ഡിവിഷനിൽ ഇരുവരും മത്സരിച്ചിരുന്നു. അന്ന് 1000-ലേറെ വോട്ടിനാണ് TJ വിനോദ് വിജയിച്ചത്. സിറ്റിംഗ് MLA ആയ വിനോദ് വികസന നേട്ടങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. NDA സ്ഥാനാർത്ഥി ആരെന്ന കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല. മണ്ഡലത്തിന് പുറത്തുള്ള സ്ഥാനാർത്ഥി എത്തുമെന്നാണ് BJP ക്യാമ്പുകൾ നൽകുന്ന സൂചന. എന്തു തന്നെയായാലും ഏതു കൊടുങ്കാറ്റിലും എറണാകുളം ഇളകില്ലെന്നു തന്നെയാണ് വോട്ടർമാരും പങ്കുവെക്കുന്ന സൂചന.